അപ്പോ ഈ ടൂറിസ്റ്റ് ടാക്സി അതെങ്ങനെ വന്നു? ഒരു തൊഴിലെന്ന് പറയാൻ അതാ ഉണ്ടായിരുന്നത്, ഡ്രൈവിംഗ്. കയ്യിലുണ്ടായിരുന്നതും പിന്നെ ചാക്കോച്ചന് ലോൺ ചേർത്ത് കാർ വാങ്ങുന്നു. ചാക്കോച്ചൻ ഭീകരനാ, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവരെന്ന് പറഞ്ഞാൽ പഴയ പ്രയോഗമായി പോകും. പിന്നെ എന്റെ നാക്കിന്റെ ഫ്ലെക്സിബിലിറ്റിയിൽ വീണെന്നേ ഉള്ളൂ. ഇനി മേജർ സാറ് പറ, ഈ വണ്ടി കൂടെ നഷ്ടപ്പെട്ടിട്ട് പിന്നെ ഞാൻ എങ്ങോട്ടാ പോവാ, എന്താ ചെയ്യ? നമുക്ക് രാവിലെ സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈന്റ് കൊടുക്കാം. CI വർമ്മ എന്റെ നാട്ടുകാരനാ, അടുത്ത ഫ്രണ്ടും. നമുക്ക് രണ്ടിലൊന്നും അറിയാലോ. അയ്യോ, എന്താ ഇത്? അനിമോളെ, ഇത് കണ്ടോ? എന്റെ പൊന്നു രാധം, എന്തിനാ ബഹളം വെക്കുന്നത്? അതിന് മാത്രം ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. മേനൻ സേറിട്ട് വലിച്ചില്ലേ ഡോക്ടർ തുടരുതെന്ന് പറഞ്ഞിട്ട്? എടോ രാധമ്മേ, പോട്ടെ, കേസാക്കല്ലേ. ഞാന് എന്തോ ഇരുന്ന് ആലോചിച്ച്. അതിന് മാത്രം എന്താ ഇപ്പൊ ഒരു ടെൻഷൻ? കേക്കട്ടെ. ടെൻഷനൊന്നുമില്ല, ഞാൻ ശിവന്റെ കാര്യം ചിന്തിക്കുകയായിരുന്നു. എന്തോ അറിയാത്തൊരു ആത്മബന്ധം അവനോട് തോന്നുന്നു. ശരിയാട്ടോ, ആദ്യം കാഴ്ചക്ക് ഇത്തിരി മൊശടനാണെന്ന് തോന്നിയെങ്കിലും കഥയൊക്കെ കേട്ടപ്പോ നമ്മുടെയൊക്കെ തറവാട്ടിലുള്ള ഏതോ കുട്ടിയാണെന്ന് തോന്നുക. മീനാക്ഷി ഒപ്പുന്റെ മോൻ ചന്ദ്രനെ ഓർമ്മ വരുന്നത് ഒരു ചായയല്ലേ? എനിക്ക് അങ്ങനല്ല തോന്നിയത്. നമ്മുടെ നല്ല പ്രായത്തിലൊരു മകൻ പിറന്നിരുന്നെങ്കിൽ ഇത്രയാവില്ലായിരുന്നോ? എന്താ ഒന്ന് ഇരുണ്ടല്ല അപ്പോഴേക്കും. നമ്മുടെ അനിമോളുള്ളപ്പോ എന്തിനാടോ ഈ ദുഃഖം? ഒരുപാട് മക്കളുടെ സ്നേഹം അവൾ നമുക്ക് തരുന്നില്ലേ? കേട്ടിടത്തോളം ആ കഞ്ചാവ് റാക്കറ്റാണ് ഇതിന് പിന്നിലും തോന്നുന്നു. ദൊഡ്ഡപ്പെട്ടയുടെ ടോപ്പിൽ എവിടെയോ അവർക്കൊരു ഡെന്നുണ്ട്. 1-2 വട്ടം സെർച്ച് ചെയ്തിട്ടും യാതൊരു തുമ്പും കിട്ടിയിട്ടില്ല. അന്ന് രാത്രി ശിവന്റെ കാറ് പിന്തുടർന്നത് ഇവിടുത്തെ പോലീസല്ലേ? അല്ല, അത് സെൻട്രൽ എക്സൈസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് ഞങ്ങളുടെ വെഹിക്കിൾ ഉപയോഗിച്ച് ഒരു അറ്റംപ്റ്റ് നടത്തിയതായിരുന്നു. എന്താ നിങ്ങളുടെ പരിപാടി? ഇവിടെ തന്നെ കാണുമോ അതോ തിരിച്ചു പോകുന്നോ? വണ്ടിയില്ലാതെ അങ്ങോട്ട് ചെന്നാ നോക്കൂല സർ. എന്റെ കാറിന്റെ കാര്യം നമുക്ക് അന്വേഷിക്കാം. അതും കൊണ്ട് അവരധിക ദൂരമൊന്നും യാത്ര ചെയ്യാൻ ചാൻസ് ഇല്ല. മിക്കവാറും വഴിയിൽ ഉപേക്ഷിച്ച് പോകാനാണ് സാധ്യത. ഇത്രയും ദിവസമായിട്ട് ഒരു ഇൻഫർമേഷനും കിട്ടിയില്ലല്ലോ സർ. ഇപ്പോഴല്ലേ കംപ്ലൈന്റ് കിട്ടിയത്. ഇനി ഞങ്ങൾ അന്വേഷിക്കാം. വർമ്മ ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ അറിയിച്ചാൽ മതി. അങ്ങനെ ചെയ്യാം. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ, തന്നെ വഴിയൊന്നും കാണുന്നില്ല ഈയിടെ. വരാടോ, ഇവിടെ ഓരോ പ്രോബ്ലംസ്. ശരി ശരി. ഇനി എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ചാക്കോച്ചനെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് പഴനിക്കൊരു ഓട്ടം കിട്ടിയിട്ടുണ്ട്, ഇപ്പൊ അവിടെ നിന്നാ സംസാരിക്കുന്നതെന്നാ. കുറച്ചു ദിവസം കഴിഞ്ഞാൽ വരുമെന്നും കൂടെ കാച്ചിട്ടുണ്ട്. സത്യം അയാളോട് തുറന്നു പറയായിരുന്നില്ലേ? ചേച്ചിക്ക് അറിയാഞ്ഞിട്ടാ. വണ്ടി പോയി നിറഞ്ഞ അടുത്ത സെക്കൻഡിൽ അയാൾ പറന്ന് ഇവിടെ എത്തും, പിന്നെ എല്ലാം നിലത്ത് നിർത്തുക. അത് തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ. എന്തായാലും കാറിന്റെ ഒരു വിവരം കിട്ടിയിട്ട് ഇവിടുന്ന് പോയാൽ മതി. ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടേ അല്ല. എന്താണ് രാധമേ? പിന്നല്ലാതെ. ഇതെന്താ സാർ ഈ വാൻ ഇങ്ങനെ ഇട്ടിരിക്കുന്നേ? അത് മേനന്റെ ഓരോ ഐഡിയാസ്. അതില് കോഴികളെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റിരുന്നു. ഞാനല്ല കേട്ടോ, ഒരു ജോലിക്കാരൻ പയ്യനുണ്ടായിരുന്നു. ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലാതെ പോയതാ. പിന്നീട് അവൻ അല്പസ്വല്പം വെട്ടിപ്പ് തുടങ്ങി, കൈയോടെ പിടിച്ചു പറഞ്ഞയച്ചു. വാൻ ഒന്നും ഒട്ടി കിടപ്പ. തുരുമ്പെടുത്ത് നശിക്കും മുമ്പ് അങ്ങോട്ട് വിൽക്കായിരുന്നു. എന്നെ വിശ്വാസമാണെങ്കിൽ ആ ജോലി ഞാൻ തുടരാം. വെറുതെ ഇവിടെ താമസിക്കാന്ന് പറയുമ്പോ ഇങ്ങനെ ആവുമ്പോ എനിക്കൊരു ജോലിയായി. ശിവനൊന്നും പറ്റിയതല്ലത്. മാർക്കറ്റിൽ പോയി എനിക്ക് അങ്ങനെ ഒരു കോംപ്ലക്സും ഇല്ല. അധ്വാനിച്ച് ജീവിക്കണമെന്നല്ലേ ഉള്ളൂ. ഇതൊരു ക്രൈമൊന്നും അല്ലല്ലോ സർ. എന്താ രാധമേ? ശിവന് കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ. അല്ല, ഞാൻ ആറ്റിറ്റ്യൂഡിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അനിമോളവിടെ? ഇനി അവളോട് ചോദിച്ചില്ല എന്ന് വേണ്ട. മുറി അടച്ചിരിപ്പാ. എന്തു പറ്റി? ഇന്ന് ഡൽഹിയിൽ നിന്ന് അവളുടെ അമ്മയുടെ ഒരു എഴുത്തുണ്ടായിരുന്നു. ആ കുട്ടിയുടെ പാരന്റ്സ് ഡൽഹിയിലാ. അവൾ എന്റെ സഹോദരിയുടെ മോളാ. മകളെന്ന് പറഞ്ഞാ ഇവൾ ഒരുത്തിയേ ഉള്ളൂ. പക്ഷേ അച്ഛനും അമ്മയ്ക്കും കിട്ടേണ്ട സ്നേഹം അവൾ ഞങ്ങൾക്കാ തന്നത്. കുട്ടിക്കാലം തൊട്ടേ എന്റെ ഇവിടെ തോളിലാ അവൾ വളർന്നത്. എഴുത്തിലെന്താ വിശേഷിച്ച്? ഞാൻ ചോദിച്ചില്ല. ലെറ്റർ വായിച്ചപ്പോ തൊട്ട് കുട്ടിയുടെ മോൻ വാടിയിരിക്കണു. എത്രയും വേഗം തിരിച്ചെത്തുവാനായിരിക്കും.
അത് പിന്നെ ഈ ചക്ര വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ പിയാനോ നോട്ട് കേൾക്കുവോ? എന്താ കളിയാക്കുക? അയ്യോ അല്ല, കാര്യായിട്ടാ. കുന്തം, എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. വരട്ടെ, ശരിക്കും വരട്ടെ. എന്നിട്ട് അത് ഏതെങ്കിലും ഒരു പാവത്തിന്റെ പുറത്തോട്ട് ചൊരിയുക. അപ്പൊ കുറച്ച് റിലീഫ് കിട്ടും. അല്ലാതെ ടെൻഷൻ ഉള്ളി ഒതുക്കി വെച്ചാ പാവ ഹൃദയം ബുദ്ധിമുട്ടി പോകും. എന്ത് ടെൻഷനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? എന്തോ എഴുത്ത് വന്നെന്നോ പോകാനിട്ടവല്ലെന്നോ എന്നൊക്കെ ഞാനും കേട്ടു. ആയിക്കോട്ടെ, ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. യെസ്. അപ്പൊ ലൈനില്ല. ഓടാ അവിടുന്ന്, പിള്ളേർ വെള്ളമല്ല. കുട്ടികൾ തിരിച്ചുപോയി, ഇന്ന് ക്ലാസ് ഇല്ലേ? ഇല്ല. എന്ത് പറ്റി? നല്ല മൂഡിലല്ലോ. അത് അറിഞ്ഞിട്ട് പിന്നെ എന്തിനാ ചോദിക്കുന്നത്? ഈ മേലോം ഏയ് അത് ശരിയല്ലല്ലോ. തനിച്ചാവുമ്പോ നമുക്ക് തോന്നും നമ്മളും നമ്മുടെ പ്രശ്നങ്ങളുമാണ് ഏറ്റവും വലുതെന്ന്. അതിനെ മറികടക്കാൻ പല വഴികളുണ്ട്. അനന്തകോടി നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഈ അറിയാ പ്രപഞ്ചത്തിൽ മനുഷ്യനും അവന്റെ നിസ്സാരങ്ങളായ വൈകാരിക പ്രശ്നങ്ങളും. പ്ലീസ് നിങ്ങൾ നിർത്താമോ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ജീവിതത്തിന്റെ നിരർത്ഥകത. എനിക്ക് വയ്യ. എന്തേ? ശരി, അങ്ങോട്ട് കടക്കുന്നില്ല. പറയും, എന്താണ് അനിതയുടെ പ്രോബ്ലം? എവിടെയാണ് പിഴച്ചത്? നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ അതുകൊണ്ട് ഗുണം? പരിഹാരം ഒന്നും നിർദ്ദേശിക്കാൻ ഉണ്ടാവില്ലെങ്കിലും എനിക്കൊരു നല്ല കേൾവിക്കാരനാവാൻ കഴിയും. കാരണം ഒരുപാട് ജീവിതം കണ്ടു പോന്നവനാ ഞാൻ. ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ. അച്ഛൻ സെൻട്രൽ സെക്രട്ടേറിയറ്റ് ജോലി, പേരിന്റെ കൂടെ IAS എന്ന 3 അക്ഷരം. അമ്മ പ്രൊഫസർ, ഡൽഹി യൂണിവേഴ്സിറ്റി. കേൾക്കുമ്പോ എന്താ, തികഞ്ഞ യോഗ്യന്മാര്. പക്ഷെ മനസ്സിപ്പോഴും പഴയ ഫ്യൂഡൽ പീരീഡിന്റെയാ. എന്താണെന്നറിയില്ല. കുട്ടിക്കാലം തൊട്ടേ അച്ഛൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചിരുന്ന ഉടുപ്പുകൾ ഒന്നുകിൽ എനിക്ക് പാകമായിരുന്നില്ല, അല്ലെങ്കിൽ ഞാനത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുപോലെ കളിപ്പാട്ടങ്ങളും. അതുതന്നെയാണ് അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി കണ്ടുവച്ച ചെറുപ്പക്കാരന്റെ കാര്യത്തിലും സംഭവിച്ചത്. അരുൺ നായർ. എന്താ അയാൾക്കൊരു കുറവ്? എഡ്യൂക്കേറ്റഡ് അല്ലേ, ഗുഡ് ലുക്കിംഗ് അല്ലേ? എല്ലാറ്റിലും കൂടുതൽ. ഡു യു നോ വാട്ട് ഈസ് ഹിസ് മന്ത്ലി ഇൻകം? എ ബോയ് ഓഫ് ഹിസ് ഏജ്? But I don't like him. എനിക്ക് ഇഷ്ടമല്ല, ഇഷ്ടമല്ല, ഇഷ്ടമല്ല. അടിച്ചോ ശാസിച്ചോ അനുസരിപ്പിക്കാൻ ഞാൻ കൊച്ചുകുട്ടിയല്ല. ഇതത്ര നിസ്സാരമായ കാര്യമല്ല. എന്റെ തീരുമാനം ഇത് തന്നെയാണ്. ഒരിക്കലും അയാളെ മാരി ചെയ്യാൻ എനിക്കാവില്ല. ഷട്ടപ്പ്. എന്റെ തീരുമാനം ഈ വിവാഹം നടത്തുമെന്ന് തന്നെയാണ്. നീ പറയും പോലെ അതെന്റെ ഈഗോ ആവാം. ആ ഈഗോ തന്നെയാണ് ഇന്ന് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. അവനെന്തോ ഒരു കുസൃതി കാണിച്ചെന്ന് കരുതി. കുസൃതി? ആ കുസൃതി നാളെ അയാൾ എന്റെ അമ്മയോട് കാണിക്കില്ല എന്ന് അച്ഛൻ എന്താ ഉറപ്പ്? എടി എടി നിന്റെ നാക്ക് ഞാൻ. പിന്നീട് ഞാൻ വെയിറ്റ് ചെയ്തില്ല. വീട് വിട്ടോടി. ഡൽഹിയിൽ നിന്നും ട്രെയിൻ നീങ്ങിയപ്പോ ആദ്യം ചെയ്തത് ആ മോതിരം ഊരി എറിയായിരുന്നു. ഒരിടമുണ്ടെന്നറിയായിരുന്നു. ഓർമ്മ വെച്ചപ്പോ മുതൽ ഒരുപാട് സ്നേഹവും വാത്സല്യവും തന്ന് അങ്കിളും ആന്റിയും. അവരിറങ്ങിപ്പോകാൻ പറയുമ്പോഴല്ലാതെ എനിക്കൊരു തിരിച്ചുപോക്കുണ്ടാവില്ല. ആ ലക്ഷ്മി, വൈകിട്ട് ഒറ്റയ്ക്ക് മടങ്ങേണ്ടി വരും. ഞാൻ ഉണ്ടാവില്ല. അതിനെന്താ, എനിക്ക് വഴി തെറ്റൊന്നുമില്ലല്ലോ. കോഴി മുഴുവൻ വിറ്റ് തീരാണെങ്കിൽ നടന്നുപോയ എനിക്കെന്താ പാട്? അപ്പൊ എന്റെ കൂടെ വരാനുള്ള ഇഷ്ടം കൊണ്ടല്ല, ഈ കോഴിക്കോട് ചന്തയിലെത്തിക്കാൻ എളുപ്പാ നീ നോക്കുന്നത് അല്ലേ? പിന്നല്ലാതെ. പിന്നാരം പറയാണ്ട് വേമ്പ് പാലം കൊണ്ട് കൊടുക്കാൻ നോക്കാം. എനിക്ക് മടുത്തു ഈ എരുമച്ചാണത്തിനിടയിലെ ജീവിതം. ഞാൻ കോയമ്പത്തൂർക്ക് പോവാ. അവിടെ മാമൻ ജോലി ശരിയാക്കി തരാന്നാ എന്നോട് പറഞ്ഞ്. എടാ ചെറുക്കൻ, നിന്റെ തലയുടെ കല്ലിളകിയിരിക്കാം. ഇപ്പൊ ജോലി ചെയ്ത് അന്തസ്സായി ജീവിക്കുന്നില്ലേ? അതിന്റെ വില നിനക്ക് അറിയാഞ്ഞിട്ടാ. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തിനും ധൈര്യം. പിന്നെ അത് കൊള്ളാം. ഞാൻ എങ്ങനെയാ ചെറുക്കൻ്റെ കൂടെ വരുന്നത്? എന്താ വന്നാൽ ചുമ്മാതല്ലടി.
മഞ്ഞക്കാരൊരു താലിയം കെട്ടിച്ചുകൊണ്ടുവന്ന കാര്യമാണ് പറയുന്നത്. ഓടാ വട്ടാ, നിനക്കൊരു നെല്ലിക്കാത്തളം അത്യാവശ്യം വേണ്ടത്. முத்து காதலின்னு அப்படிதான்டா, பொம்பளை மனுஷன் நம்ப கூடாது. അങ്ങനെയൊന്നുമില്ല, ലക്ഷ്മിക്ക് എന്നോട് ഇഷ്ടം. ஆமா ஆமா. யாரு இது? அப்போ திரும்பி போகலையா? ഇല്ല. என்னது கோழி பிசினஸா? ആ അങ്ങനെ ചില ചുറ്റുക്കളേക്കായിട്ട് ഇവിടെ കൂടാന്ന് വെച്ചു. நல்லது. உங்க புது பிசினஸுக்கு என் நல்வாழ்த்துக்கள். അല്ല, എന്താ ഇത്? ഏത്? ഇവിടെ ഉള്ളതൊന്നും പോരാഞ്ഞിട്ടാ പുതിയൊരു ഇറക്കുമതി? നിങ്ങൾ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഒരു തൊന്തരവ് പാർട്ടിയാന്ന്. അല്ലേ കൊച്ചേ, നീ എന്റെ ഇന്ന് രാവിലെ കേൾക്കും. പിന്നെ ഇതിലൊന്നും ലക്ഷ്മി വരലില്ല. കോഴി വാങ്ങലിയാ, കോഴി. അയ്യാ അമ്മ വാങ്ങ വാങ്ങ അയ്യാ വാങ്ങ യാ കോഴി. കിലോ 35 രൂപതാ. വാങ്ങ യാ കോഴി. വാങ്ങ വാങ്ങ കോഴി. അയ്യാ കോഴി വാങ്ങലിയാ சார்? கோழி வாங்கலையா? என்ன விலை கிலோ? 35 ரூபா தான். 35 ரூபா, 350 ரூபா கொடுக்கலாமே. கொஞ்சம் கிட்ட வரீங்க? கோழி வாங்குறீங்க? ஒரு கோழி கொடுமா. ஏய், ஒரு 1/4 கிலோ கூட இருக்க பரவாயில்லையா? பரவாயில்ல, போடுமா. காப்பியா காப்பியா சுடு காப்பியா காப்பியா காப்பியா. என்ன சார் கை நீட்ட மட்டும் லட்சணமே இல்லையே? இல்ல. இப்படி சும்மா உட்கார கூடாது, சத்தமாய் கத்தணும். கோழி கோழി, அப்பதான் கூட்டம் வந்துடும். എനിക്കിപ്പോ ഇത്രയൊക്കെ പറ്റൂ. സൗകര്യമുള്ളവരൊന്ന് വാങ്ങിച്ചാ മതി. അറിവോണ്ടേ എന്റെ കച്ചവടം നേരത്തെ തീരും. എന്നാ കെട്ടിപ്പൊട്ടി പോടി. ഒഴികെ என்ன ഊത്തിടാ. அதுவா? கோழி வாங்க கோழி கோழி கோழி. கிலோ 35 ரூபா கோழி. வாங்க வாங்க கோழி. ആരും ഉറങ്ങിയില്ലേ? തന്നെയും കാത്തിരിക്കുകയായിരുന്നു. എന്റെ ദൈവമേ, ഇത് കേട്ടോ, എന്നെയും കാത്ത് ഉറങ്ങാതിരിക്കാൻ ഈ ഭൂമിയിൽ ആളുണ്ടായിരിക്കുന്നു. കുടിച്ചിട്ടുണ്ടോ? ഇല്ല, കുളിച്ചിട്ടുണ്ട്. ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ബിസിനസ്? കലക്കി കളഞ്ഞില്ലേ, ഒരു കോഴിയെ വിറ്റ്. പക്ഷെ മേജർ സാഹൻ നമ്മുടെ ആ കൂരിമെമ്പിൽ ഒരു പെണ്ണില്ലേ ലക്ഷ്മി, അവൾ എന്നെ വഹിച്ചോളും. അല്ല, രണ്ടിലൊന്നും അറിയാതെ ശിവൻ പിന്മാറിയല്ല, അത് പറയാൻ കാര്യം ചില പുതിയ ബിസിനസ് ട്രിക്സ് ഒക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ശരി, നമുക്ക് കാലത്ത് സംസാരിക്കാം. ശിവൻ പോയി കിടന്ന് ഉറങ്ങാം. ശുഭരാത്രി, ഗുഡ് നൈറ്റ്. രാത്രി വിമാനം പറത്തി കളിക്കുന്നവരാ? മേജർ സാറാ? സ്വന്തം പരാജയം മറച്ചു വയ്ക്കാൻ അടിച്ചുപൂസായി വന്ന ഡയലോഗ് കാച്ചുന്നത് വലിയ ഗ്രേറ്റ്നെസ് ഒന്നുമല്ല. ദാറ്റ് ഈസ് റിയൽ അലവലായത്തരം. என்னம்மா இது கூட பிடிச்சிக்கோ. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഒരു ഗ്ലാസും കൂടെ വേണേ പോകും. போதும், എല്ലാം சொன்ன மாதிரி செஞ்சா ஒரு கிளாஸ் கூட தரேன். കാശും തരണം. ഓ തരാം. കള്ള ചടവാക്കോ? എന്ത് തന്നെയാലും വരെ മോന്റെ മോളല്ലേ. ஏய், ஒரு ஸ்மால் கிடைச்சா இந்த கிழவி சொந்தம் பந்தம் பார்க்காது. நீங்க பாருங்க. നിർത്തടി, നിർത്ത. എന്താ മുത്തിയമ്മേ, ഇന്ന് കാലത്തന്നെ പൂശിയിട്ടുണ്ടല്ലോ. ഞാൻ പൂശുവോ വിരട്ടുവോ ഒക്കെ ചെയ്യും. നീ ഇത് കണ്ടോടി? ദീനം വന്ന് ചത്ത കോഴിയാന്നോടി വീട്ടിൽ കാശുണ്ടാക്കുന്നത്. ഞാൻ പറ്റതോ? നിനക്ക് വല്ല അസുഖമുണ്ടോ? അസുഖം നിന്റെ തന്തയ്ക്കാ. ഇത് പാത്തിയാ, ദീനം വന്ന് ചത്ത കോഴി ആരും വാങ്ങിക്കൊണ്ടു പോകരുത്, രോഗം പിടിക്കും.
முத்தியமே டேய் வெறுതെ அனாவசியம் പറഞ്ഞുണ്ടാക്കல കേട്ടോ இந்தாமா கோழி இப்படி பணத்தடு അയ്യോ, ഇല്ലங்க ഇന്നമ്മ പോയി சொல்லுது അല്ലല്ല ഞാൻ പറഞ്ഞത് നേരാ നിങ്ങൾ ആരും വാങ്ങിക്കൊണ്ട് പോവല്ലേ രോഗം പിടിക്കും അയ്യോ മുത്തിയമ്മ എന്താ ഇത് இந்தாமா பணத்தை எடுத்து கொடுமா கோழி இப்படி எடுத்து கொடு இல்லங்க விடு பணத்தை எடுத்து கொடு கோழி வாங்க வாங்க நல்ல கோழி நல்ல இறைச்சி கோழி கோழி என்ன விலை விலையெல்லாம் கம்மி தான் கிலோ 30 ரூபா 30 ரூபாயா அந்த அம்மா 35 ரூபா சொல்லுது அதெல்லாம் ஏமாத்தி பத்திக்கிறாங்க நான் அப்படிப்பட்ட ஆள் இல்ல எனக்கு 2 கோழி வாங்க கொடுக்கறேன் இருங்க 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 கொடுங்க ஆ, 1 கிலோ போதுங்க என்ன கொஞ்சம் அனுப்பிச்சிருப்பா சீக்கிரம் சார் நல்ல கோழியை பார்த்து போடுப்பா பாருங்கம்மா இதெல்லாம் இந்த ஊர் கோழியே இல்ல வெளியூர்ல இருந்து கொண்டு வந்திருக்காங்க ஆ. நமக்கு போடுங்க சார் വൈകുന്നേരം ഈ പ്രദേശത്തൊന്നും കണ്ടതില്ല. ഞാൻ എന്റെ പിള്ളേരുടെ കൂടെ തെണ്ടാൻ പോയി. ഇന്ന് കച്ചവടം തകർത്ത് കളഞ്ഞല്ലോ. ഒരു വാശി ഉണ്ടായിരുന്നു. ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാനുണ്ടാവുമ്പോഴാണല്ലോ ഒരു ഇത് കയറുന്നേ. അപ്പോ രണ്ടിലും നിറഞ്ഞിട്ടേ മാറൂന്ന് കരുതിയല്ലേ? എന്തായി, അമ്മയ്ക്ക് എഴുതിയോ അതോ? എഴുതി. ശിവൻ പറഞ്ഞുകൊണ്ട് മാത്രം. അച്ഛനും അമ്മയായിട്ടൊക്കെ വഴക്കിടാം, പിണങ്ങാം, പക്ഷേ മനസ്സുകൊണ്ട് ഉപേക്ഷിക്കരുത്. ആ നഷ്ടം എന്താണെന്ന് അറിഞ്ഞവനാ ഞാൻ. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എല്ലാ ദിവസവും കലങ്ങി തെളിയും. അതെ, ഇപ്പൊ എനിക്കെന്തോ വിശ്വാസം തോന്നുന്നു. ലൈറ്റ് അണിക്കട്ടെ? ലൈറ്റ് വരില്ല സർ. പെങ്ങളെ കൂട്ടിക്കൊടുക്കണ പോരാ. അരുത്. രാത്രി നേരത്ത് ഈ വീട് തേടി വരുന്നവർക്കെല്ലാം ഒരൊറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളും ആ കൂട്ടത്തിൽപ്പെട്ടതാണെന്ന് കരുതിപ്പോയി. ക്ഷമിക്കണം. എന്തിനിങ്ങനെ മാനം പറ്റി ജീവിക്കുന്നു? അതിനുള്ള മറുപടി ജീവിക്കാൻ വേണ്ടിയാണെന്ന് പറയരുത്. സകല ദേവടിശകൾക്കുള്ള ആ ന്യായം ഇവളുടെ ചേട്ടനാണെന്ന് പറഞ്ഞാൽ നീ പറഞ്ഞാൽ. ഇല്ല സർ, ന്യായീകരിക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. പിന്നെ കുറ്റപ്പെടുത്താൻ ദൈവത്തെ അല്ലാതെ ആരെയും ഞാൻ കാണുന്നില്ല. പോവാണോ? അതിനു മുൻപ് എനിക്ക് പറയാനുള്ളൂ എന്ന് കേട്ടിട്ട്. വേണ്ട, അദ്ദേഹം പൊയ്ക്കോട്ടെ. ഇല്ല മോനെ, പറഞ്ഞാലേ എന്റെ നെഞ്ചിലെ ഭാരം ഇറങ്ങും. ഈ ഒരു പെങ്ങളെ സ്വന്തം എന്ന് പറയാൻ എനിക്കുള്ളൂ സാർ. അവക്ക് ഞാനും. ഇവളെ ഒരുത്തന്റെ കൂടെ പറഞ്ഞയക്കാൻ ഉള്ളതെല്ലാം അരിച്ചുകൂട്ടി ഞാൻ ഒരുങ്ങിയിരുന്നു. കണ്ണൻ സ്വന്തവും ബന്ധവും എന്ന് പറയാൻ ആരുമില്ലാത്തവൻ. തഞ്ചാവൂരിൽ നിന്ന് ഇവിടെ എത്തിയിട്ട് രംഗണ്ണന്റെ ഡ്രൈവറായി ജോലി നോക്കിയായിരുന്നു. ഉഷയ്ക്ക് അവനെ ഇഷ്ടായി. അവൻ അവളെ നോക്കാൻ പ്രാപ്തിയുണ്ടോന്ന് ഞാൻ നോക്കിയുള്ളൂ. ഭാഷയും ജാതിയും ഒന്നും ഞാൻ കാര്യമാക്കിയില്ല. കോളനിയിലെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ രംഗന്റെ കൺവെട്ടത്ത് പെടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. രംഗൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടായി എന്ന് വെച്ചാ അതിന്റെ അർത്ഥം ആ കുട്ടി നശിച്ചു എന്നാ. ഇവളെയും അവൻ നോട്ടോടുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ കണ്ണന് ഞാൻ ഇവളെ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോ അയാൾ എതിരൊന്നും പറഞ്ഞില്ല. കല്യാണത്തിന് പൊന്നു വാങ്ങാനുള്ള പണം തന്ന് സഹായിച്ചു. വേണ്ടെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് കയ്യിൽ ഏൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഇവളും ഞാനും സ്വപ്നം കണ്ടതിലും ഭംഗിയായി കല്യാണം നടന്നു.